അതിരപ്പള്ളി വാഴച്ചാലിൽ ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. ഇരിങ്ങാലക്കുട സ്വദേശി മനുവിന് പരിക്കേറ്റു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജയൻ ചേരുന്നു. ജയൻ, എപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? പരിക്കേറ്റ ആളുടെ നില എങ്ങനെയുണ്ട്? ലിബീഷ്, ഇന്ന് 2 മണിക്കായിരുന്നു പൊരിങ്ങൽകുത്ത് ഡാമിന് 6 കിലോമീറ്റർ അകലെ കാരാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് ഈ അപകടം ഉണ്ടായത്. വനപാലകരുടെ ട്രക്കിങ്ങിന് പോയ ഇരിങ്ങാലക്കുട സ്വദേശികളായ 7 അംഗ സംഘത്തെയാണ് നേരെ ആന ആക്രമണം അഴിച്ചുവിട്ടത്. ഇവർ സാധാരണഗതിയിൽ പൊരിങ്ങൽകുത്ത് ഡാമിൽ ഡാം വരെ വനപാലകരുടെ ജീപ്പിൽ ആണ് ഈ ട്രക്കിംഗ് സംഘം സഞ്ചരിക്കുക. പിന്നീട് നടന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം നടന്നാണ് വനത്തിലൂടെ വനഭംഗിയെ ആസ്വദിച്ച് ഈ സംഘം യാത്ര ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ ഉച്ചയ്ക്ക് ഇവിടുന്ന് പുറപ്പെട്ട ഈ സംഘത്തിന് നേരെയായിരുന്നു കാട്ടാനയുടെ ആക്രമണം. 2 ആനകൾ പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് വരികയും ഇവർ 4 പാടും ചിതറി ഓടുകയുമായിരുന്നു എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിനിടെ മനു എന്ന ആൾക്കാണ് പരിക്കേറ്റത്. ഒരു ആന തുമ്പി കൈ കൊണ്ട് തന്നെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇയാൾ മലർന്നു വീഴുകയും തല തൊട്ടടുത്ത പാറക്കൂട്ടത്തിൽ ഇടിക്കുകയുമായിരുന്നു. ഇദ്ദേഹത്തിന് കാര്യമായ പരിക്കുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇയാളെ വനപാലകർ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ 108 ആംബുലൻസ് അവിടെ പൊരിങ്ങൽകുത്തിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് സ്ട്രക്ചറിലാക്കി ഇയാളെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആർക്കും പരിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വാഴച്ചാൽ DFO ഇവരുടെ ഈ പൊരിങ്ങൽകുത്ത് സ്ഥലത്ത് ഇവിടെ സംഭവം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി സംഘത്തോടൊപ്പം ചാലക്കുടിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ലിബീഷ്, അതിരപ്പള്ളി വാഴച്ചാലിലാണ് ട്രക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം നടന്നത്. ഇരിങ്ങാലക്കുട സ്വദേശി മനുവിന് പരിക്കേറ്റു. വിവരങ്ങളാണ് ജയൻ പങ്കുവച്ചത്.